നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒ ടി പികൾ വരാറുണ്ട്. ഒ ടി പി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളും പറയുന്ന പോലെ ഒ ടി പി മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ലെന്നും അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒ ടി പി ഉപയോഗിച്ച് നിങ്ങളുടെ ഡാറ്റകൾ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വരെ ചോർത്തിക്കൊണ്ട് പോകാനോ സാധിക്കും. എന്നാൽ ഒ ടി പി നമ്മുടെ ഫോണിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം നമ്മുടെ ഫോണിനകത്തുണ്ട്. നമുക്ക് ഒ ടി പിയുടെ ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് അത് ഡിലീറ്റ് ചെയ്ത് കളയും. ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് നമുക്ക് എനേബിൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കണം. കാരണം നമ്മളെ ഒ ടി പി നമ്മളൊരു ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞ് ആ ഒരു ഒ ടി പി നമ്മുടെ ഫോണിൽ കിടന്നാൽ നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് ഒ ടി പി എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഒ ടി പി അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒ ടി പി എങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നുള്ളതാണ് കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒ ടി പി ആണ് നമ്മുടെ ബാങ്ക് ചോർത്തുന്നതിനും നമ്മുടെ മൊബൈൽ ഫോണുകൾ ഹാക്കാകുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഒ ടി പി എങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാമെന്ന് ഞാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ മെസ്സേജ് ആപ്പ് കാണും. ഈ കാണുന്ന മെസ്സേജ് ആപ്പിനകത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ മെസ്സേജ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകൾ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം മെസ്സേജ് സെറ്റിങ്സ് ഉള്ളൊരു ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമ്മുടെ ഏതൊക്കെ സിം കാർഡുകളാണ് ഉപയോഗിക്കുന്നത് അതെല്ലാം ഇവിടെ കാണിക്കും. ഏറ്റവും മുകളിൽ ജനറൽ എന്നുള്ള ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിൽക്കും മെസ്സേജ് ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ കാണാം ഓട്ടോ ഡിലീറ്റ് ഒ ടി പി മെസ്സേജ് ആഫ്റ്റർ 24 hours എന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഏത് ഒ ടി പിയും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആ ഒ ടി പി മെസ്സേജ് ഡിലീറ്റ് ആയി കളയും. 24 മണിക്കൂറിനകത്ത് നിങ്ങളുടെ ആ മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയി പോകാനുള്ള ഓപ്ഷനാണ്. ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ഒരു ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി 24 hours അത് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് ഈ ഒരു ആപ്പ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. ഓർക്കുക, ഇത് ഗൂഗിൾ മെസ്സേജ് ആപ്പിനകത്താണ് നമുക്ക് സൗകര്യമുള്ളത്. നിങ്ങളുടെ ഫോണിനകത്തൊക്കെ ഒരുപാട് മെസ്സേജ് ആപ്പുകളുണ്ടാകും. നിങ്ങൾ ഉപയോഗിക്കുന്ന മെസ്സേജ് ആപ്പിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ മെസ്സേജ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു സൗകര്യമില്ലാത്ത ആളുകൾ ഈ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളുടെ ഗൂഗിൾ മെസ്സേജ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിലൊരു ഭാഗം എനേബിൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.